കൈക്കരണി അങ്ങനെ എന്തോ ആണ് അതിന് പറയുക. ഈ അകത്തിറങ്ങിപ്പോയിട്ട് ഈ ഭൂഗർഭമായിട്ട് വെള്ളം എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇവിടെ ശിവൻ്റെ അമ്പലത്തിൽ. ഇതേ സാധനമുള്ളൊരു അമ്പലം എറണാകുളം ജില്ലയിലുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൻ്റെ പേര് പെരുന്തൃക്കോവിൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം എന്നാണ്. രാമമംഗലം. ഞാൻ പോയിട്ടുള്ള അമ്പലം. അവിടെ ചെന്ന സമയത്ത് അത് നരസിംഹമൂർത്തിയുടെ അമ്പലമാണ്. പക്ഷെ അവിടെ വളരെ രസകരമായിട്ട് നോക്കൂ, നമ്മളുടെ സങ്കല്പ ശക്തിക്ക് ഇന്ന് കുട്ടികൾ പറയുമല്ലോ മാനിഫെസ്റ്റേഷന്, നമ്മളുടെ ഇമാജിനേഷന്. ഇന്നിപ്പോൾ സീക്രട്ടൊക്കെ വായിച്ചിട്ട് പറയുന്നുണ്ട് നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമുക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നിരുന്നതാണ്. അതുപോലെ നമുക്കും ഭഗവതിയെ സങ്കല്പ ശക്തി കൊണ്ട് തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഗുരുവായൂരപ്പന് പണ്ട് മനസ്സിൽ 1000 വട്ടള ചതുർശതം നേദിച്ച ഒരാളുടെ കഥ ഉണ്ട്. അദ്ദേഹം നേർന്നൂത്രേ 1000 വട്ടള പായസം നേദിക്കാൻ ഭഗവാന് പൈസ ഉണ്ടായിരുന്നില്ല. മനസ്സിൽ സങ്കല്പിച്ചു 1000 കൊട്ട പായസം ഇരിക്കണം, നേദിച്ചു എന്നാണ്. മനസ്സിന്റെ സങ്കല്പ ശക്തിയുടെ മനസ്സ് മനസ്സിലാക്കുക. ഇന്നിപ്പോൾ ഞാൻ രാത്രി നോക്കുമ്പോൾ 11 മണിയും 11 മിനിറ്റും 11 സെക്കൻഡ് കഴിഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ചെല്ലാം നടക്കുന്നുണ്ട്. 11:11 മാനിഫെസ്റ്റേഷൻ. ആ മാനിഫെസ്റ്റേഷൻ എന്താന്ന് കൃത്യമായിട്ട് നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ സങ്കല്പിക്കാൻ പറഞ്ഞത്. അമ്മയോട് സങ്കല്പിക്കുക എന്താ വെച്ചാൽ താല്പര്യമുള്ളത്. ഞാൻ ഈ രാമമംഗലം അമ്പലത്തിൻ്റെ കഥ പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ ചേരമാൻ പെരുമാളുടെ അമ്പലമായിരുന്നു. നിങ്ങൾക്ക് അത് പറയുമ്പോൾ അത് പെട്ടെന്ന് കണക്റ്റ് ആവും തോന്നുന്നു എനിക്ക്. അതിനായിരിക്കാം ചിലപ്പോൾ ഞാൻ അവിടെ പോയത് തന്നെ. പെരുമാൾ അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പോയ സമയത്ത് പെരുമാൾക്ക് തോന്നിയിത്രേ, എൻ്റെ നാട്ടിലൊരു അമ്പലം വരുമല്ലേ, അതിൻ്റെ പ്രതിഷ്ഠയിൽ ഞാനും കൂടെ പങ്കാളിയാവണം. പക്ഷെ അദ്ദേഹം ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ബ്രാഹ്മണനല്ലാത്തതുകൊണ്ടും അദ്ദേഹത്തിന് പ്രതിഷ്ഠയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല, ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റില്ല. അപ്പം അദ്ദേഹം തൻ്റെ വിഷമം തന്ത്രി അറിയിച്ചു, എനിക്കും കൂടെ ഒന്ന് ടേക്ക് പാർട്ടായാൽ കൊള്ളാം. അപ്പം തന്ത്രി പറഞ്ഞു, ഇതിനകത്ത് കയറിയിട്ട് ഇപ്പം എന്തായാലും സാധിക്കില്ല, ആകെ സാധിക്കുക ഒരു കാര്യം ചെയ്യൂ, അങ്ങ് ഇതിനകത്തുള്ള ഈ ഓവിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ദർഭ അതിൻ്റെ ഉള്ളിലേക്ക് നീട്ടുക, ആ ദർഭയുടെ ഒരറ്റത്ത് അങ്ങ് പിടിച്ചോളൂ, മറ്റേ അറ്റം ഞാൻ വിഗ്രഹത്തിൽ ഇങ്ങനെ തൊടിയിപ്പിച്ച് വയ്ക്കാം, അങ്ങ് ജപിക്കുന്നതിൻ്റെ ജപശക്തി വിഗ്രഹത്തിൽ കിട്ടിക്കോട്ടെ. അദ്ദേഹം എന്തൊക്കെയാണോ ഒരു പ്രതിഷ്ഠയ്ക്ക് ചെയ്യേണ്ട നിയമങ്ങൾ, വ്രതങ്ങൾ, ഇതെല്ലാം നോറ്റു എന്നാണ്. അതിന് മുമ്പായിട്ട് പൂർണ്ണ ശുദ്ധിയോടുകൂടി അത്രയധികം മനധൈര്യത്തോടു കൂടി അദ്ദേഹം ഈ പ്രതിഷ്ഠാ സമയത്ത് അവിടെ വരികയും ആ ഭഗവാന്റെ ആ ദർഭ ആ ഓവിലൂടെ ഇട്ടിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് ജപിക്കാൻ തുടങ്ങിയതാണ്. എവിടെയായാലും ചില നല്ല മനുഷ്യരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് തോന്നി ഇയാളിപ്പോൾ ഇതിൻ്റെ കൂടെ കൂടണ്ട. അതിലൊരാൾ ആ ദർഭ വിഗ്രഹത്തിൽ തൊടാതെ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് മാറ്റി വെച്ചു. അത്രേ ടച്ച് ചെയ്യിപ്പിച്ചില്ല, തൊട്ടില്ല. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്താണ് നമ്പൂതിരി അദ്ദേഹത്തോട് സ്നേഹമുള്ള ആരോ പറഞ്ഞത്, അങ്ങ് ജപിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി, വിഗ്രഹത്തിൽ ദർഭ തൊട്ടില്ല. പാവം കരഞ്ഞു. ഇത്രയും ദിവസം ഞാൻ നോറ്റ നോമ്പ്, എൻ്റെ പരിശ്രമം ഒക്കെ വെറുതെ ആയല്ലോ, ഇനി മേലാൽ എന്നെ പറ്റിച്ച ഈ നാട്ടിൽ ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഇത്രേ അദ്ദേഹം പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് വലിയ വിഷമം. കാരണം രാജാവ് ഉണ്ടെങ്കിലേ ക്ഷേത്രത്തിലേക്ക് സമ്പത്ത് കിട്ടുള്ളൂ. അപ്പം അദ്ദേഹം പോയ വഴിയിൽ പുറകെ ഓടി, എങ്ങനെയെങ്കിലും അങ്ങ് തിരിച്ചു വരണം, ഞങ്ങൾ ചെയ്ത അപരാധത്തിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മാപ്പൊക്കെ ചോദിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ എന്നെ തേടി വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അമ്പലത്തിലേക്ക് പൈസ ഉണ്ടാക്കാനല്ലേ. ഞാനിപ്പം നടന്ന് ഏത് ദൂരം വരെ വന്നുവോ അത്രയും സ്ഥലം ക്ഷേത്രത്തിൽ ഞാൻ വിട്ടു തന്നിരിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഇന്നും ഒരു മനുഷ്യൻ ഭക്തിയോടുകൂടി ധർമ്മം അനുഷ്ഠിച്ച് സങ്കല്പിച്ചാൽ മാത്രം അവിടെ ചൈതന്യം ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ക്ഷേത്രം. ഇന്ന് അവിടെയുള്ള നരസിംഹമൂർത്തിക്ക് അതേ പ്രാധാന്യമുള്ളൊരു ദേവത ആ ഓവിൽ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായി എന്നാണ്. വെള്ളം ഒഴുകിപ്പോകുന്ന ഓവിൽ മഹാദേവന്റെ ഒരു ഭൂതം അതിൻ്റെ മുകളിൽ വന്നിരുന്നു അത്ര ജപിച്ചതിൻ്റെ ശക്തിക്ക്. അതിനെ വിളിക്കുക അവിടെ ഉണ്ണിഭൂതം എന്നാണ്. നരസിംഹമൂർത്തിക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ണിഭൂതത്തിന് കൊടുക്കണം. നരസിംഹമൂർത്തിക്ക് ഉത്സവത്തിന് ആറാട്ടുണ്ടെങ്കിൽ ഉണ്ണിഭൂതത്തിന് ആറാട്ട് വേണം. ഉണ്ണിഭൂതത്തിനാണ് കൂടുതൽ പേരും പെരുമയൊക്കെ. എല്ലാവരും അവിടെ കാണാൻ വരുന്ന നരസിംഹമൂർത്തിയല്ല, പുണ്യഭൂതത്തിനെ കാണാനാണ്. കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഡിപ്രഷൻ, കുട്ടികൾക്കില്ല ഉണ്ടാവാതിരിക്കുന്ന ഈ ഉത്സാഹത്തിൻ്റെ കുറവ്, ഇതിനൊക്കെ ഏറ്റവും വലിയ ആശ്രയസ്ഥാനമായിട്ട് ആ ക്ഷേത്രത്തെ കണക്കാക്കുന്നു. കുട്ടികളുടെ ഈശ്വരൻ എന്നാണ് വിളിക്കുക ഉണ്ണിഭൂതത്തെ. അവിടെ വന്ന് നാളികേരം പൊട്ടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ നാളികേരം പെറുക്കാൻ ഉണ്ണിഭൂതം ഇറങ്ങി വരുത്രേ കുട്ടികളുടെ കൂടെ. അവിടുത്തെ വിശ്വാസമാണ്. നോക്കൂ, ഞാനിത് പറയുന്നത് ഇപ്പോൾ ഒരു കലശം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ളൊരു വാസ്തു വിദഗ്ധൻ ക്ഷേത്രത്തിൽ വേരാമംഗലം അമ്പലത്തിൽ പെരുന്തൃക്കോവിൽ അമ്പലത്തിൽ കൊടിമരം ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് കൊടിമരത്തിൻ്റെ കണക്കെടുത്തിട്ട് കൊടിമരത്തിൻ്റെ പണി തുടങ്ങിയിത്രേ. എത്രയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന്. ഇവിടെയൊക്കെ നമുക്ക് 6 മാസം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റി? ദേവപ്രശ്നം വെച്ച് നോക്കിയാൽ പറഞ്ഞത്ര ഉണ്ണിഭൂതത്തിനും കൊടിമരം വേണം. ഒരു മനുഷ്യന്റെ സങ്കല്പത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയണത്.
ഉണ്ണിഭൂതത്തിന് ഒരു കൊടിമരം വെക്കാൻ തന്നെ ഇവിടെ ഉള്ള പൈസ ഇല്ല. അപ്പോഴാണ് ഇപ്പൊ രണ്ടാമത്തെ കൊടിമരം. അപ്പോ വിധിപ്രകാരം കൊടിമരത്തിന്റെ കണക്കുള്ള ഒരു പാവ ഉണ്ടാക്കിയിട്ട് ഉണ്ണിഭൂതത്തിന് കൊടുക്കാം. യഥാർത്ഥ കൊടിമരം നരസിംഹമൂർത്തിക്ക് ഉണ്ടാക്കി. വാസ്തു ആചാര്യൻ, കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ്, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം കൊടിമരത്തിന്റെ കണക്കൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു കുട്ടി പുറകിൽ വന്ന് തോണ്ടിയിട്ട് പറഞ്ഞത്രേ, കളിപ്പാട്ടം കയ്യിൽ വെച്ചോളൂ, എനിക്ക് ഒറിജിനൽ വേണം. ഇന്ന് 2 പ്രധാന കൊടിമരമുള്ള ക്ഷേത്രമായിട്ട് അത് മാറി. എന്തുകൊണ്ട്? വെറും സങ്കല്പത്തിന്റെ ശക്തി കൊണ്ട്, മാനിഫെസ്റ്റേഷന്റെ ശക്തി കൊണ്ട്.